പ്പെട്ട സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് തൗബ ചെയ് ഏറ്റവും കുറഞ്ഞ തൗബ ഏതാ? ഏറ്റവും കുറഞ്ഞ തൗബ അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു മനുഷ്യൻ പറയേണ്ട രീതിയിൽ ഒരാൾ ഇഖ്ലാസോടുകൂടി അസ്തഗ്ഫിറുല്ലാ പറഞ്ഞാൽ മതി, അവന്റെ പാപം പൊറുക്കും. അത് വെറുതെ പറയാനുള്ള ഒരു ദിക്റല്ല. അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞ തൗബയാ. അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞ തൗബയാ. എന്റെ പ്രിയപ്പെട്ടവരെ, പറയേണ്ട രീതിയിൽ അസ്തഗ്ഫിറുല്ലാ പറഞ്ഞാൽ മതി, പാപം പൊറുക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു അസ്തഗ്ഫിറുല്ലാ പറ, ഉറക്കെ പറ. എന്താ അസ്തഗ്ഫിറുല്ലയുടെ മഹത്വം? എന്താ അസ്തഗ്ഫിറുല്ലയുടെ മഹത്വം? എന്താ? ചുമ്മാതെ ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാ 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 ഇങ്ങനെ അടിച്ചാ പോരാ. അസ്തഗ്ഫിറുല്ലയുടെ മഹത്വം എന്തെന്നറിയോ? ഒരു ദിവസം 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാ പറയണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എത്ര വട്ടം പറയണം? എത്ര വട്ടം പറയണം? ഒരു പാപവും ചെയ്യാത്ത മുത്തുനബി 100 വട്ടം പറഞ്ഞു. ഒരു പാപവും ചെയ്യാത്ത പ്രവാചകൻ 100 വട്ടം പറഞ്ഞു. നമ്മൾ എത്ര വട്ടം പറയണം? 1000 സുബ്ഹാനല്ലാഹ്. 1,00,000 പ്രാവശ്യം പറയണം ഒരു ദിവസം. ആ കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ, കാരണം ഇന്ന് ചെയ്ത പാപത്തിന്റെ കണക്ക് നിനക്ക് തന്നെ അറിയില്ല, പിന്നല്ലേ ബാക്കി. അപ്പൊ ഒരു ദിവസം 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാ പറയണം. എന്താ പ്രതിഫലം? എന്താ പ്രതിഫലം? 700 പാപങ്ങൾ പൊറുക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി